ബാർലിയുടെ തോല് പോലെയുള്ള തോലുകൾ മാത്രം ഇവിടെ അവശേഷിക്കും. സാലിഹീങ്ങളൊക്കെ മൺമറഞ്ഞു പോകുന്ന ഒരു ഘട്ടം വരും. അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. അത് അവസാന നാളിനോടടുത്ത കാലമാണ്. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, പ്രിയപ്പെട്ടവരെ, നാളിന്റെ അടയാളമാണല്ലോ ഇത്. ഇൽമു അങ്ങനെ ഉയർത്തപ്പെട്ടു പോവുക. ഒരുപാട് അടയാളങ്ങളും ലക്ഷണങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ ഹബീബ് പറഞ്ഞൊരു വചനമാണിത്. ഇൽമു ഉയർത്തപ്പെട്ടു പോവുക. എങ്ങനെയാണ് ഇൽമു ഉയർന്നു പോവുക? എങ്ങനെയാണ് ദുനിയാവിൽ നിന്ന് ഇൽമു ഉയർന്നു പോകുന്നത്? എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ? അത് ഖബ്ദിൽ ഉലമാ, മഹാന്മാരായ ഉലമാഇന്റെ മരണമാണ്. അലിമീങ്ങളൊക്കെ മൺമറഞ്ഞു പോകലാണ്. അങ്ങനെയാണ് ഇൽമു ഉയർത്തപ്പെടുക. അങ്ങനെ ഇൽമു ഉയർത്തപ്പെട്ടു പോയാലോ പിന്നെ ഈ ലോകം അവസാനിക്കുകയാണ് ചെയ്യുക എന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. നബി തങ്ങൾ പറയുന്നുണ്ട്, ഖിവാമുദ് ദുനിയാ ബിഅർബഅതി അശ്യാ. 4 കാര്യങ്ങളെ കൊണ്ടാണ് ഈ മഹാപ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ്. അതിൽ ഒന്നാമതായി ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് ആലിമീങ്ങളുടെ ഇൽമിന്റെ പ്രഭയാണ്. മഹാന്മാരായ ഉലമാഇന്റെ ഉഖ്റവിയായ ഉലമാഇന്റെ ഇൽമിന്റെ പ്രഭ കൊണ്ടാണ് ഈ മഹാപ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് എന്ന് കളവ് പറയാത്ത നാവിന്റെ ഉടമ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്നത്, പ്രിയപ്പെട്ടവരെ, കേരളീയ ഇസ്ലാമിക സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മതകീയമായ കൂട്ടായ്മയാണ്, സംഘടനയാണ്. അതിലുള്ള മഹാന്മാരായ ഉലമാ മുഴുവനും ഉഖ്റവിയായ ചിന്തകൾ നമുക്ക് നൽകുന്ന മഹാന്മാരായ പണ്ഡിതന്മാരാണ്. അവരിൽ പ്രഗത്ഭരായ ഉലമാക്കളും നന്നായി ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. അവരിൽ ഏറ്റവും അവസാനമായി വിട പറഞ്ഞു പോയത് ഉയർന്നരായ എന്റെ ഗുരുവരിയർ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സഹകാര്യദർശിയും കേരളക്കരയിലെയും അതുപോലെ കേരളത്തിന് പുറത്തുമുള്ള 10,000-കണക്കിന് മദ്രസകൾക്ക് നേതൃത്വം നൽകിയ, ഇത്തരം മദ്രസ പ്രസ്ഥാനത്തിന്റെ അമരത്തിരുന്ന മഹാനായ ശൈഖുനാ കൂട്ടുമല ഉസ്താദ്, മഹാനായ കൂട്ടുമല അബൂബക്കർ മുസ്ലിയാരുടെയും അതേപോലെ മഹാനായ കോമ മുസ്ലിയാരുടെയും ഒക്കെ പാണ്ഡിത്യത്തിന്റെ പാരമ്പര്യമുള്ള മഹാനായ ശൈഖുനാ ബാപ്പു ഉസ്താദ്, ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരാണ് മഹാനായ കൂട്ടുമല ഉസ്താദിന്റെ ഭാര്യാപിതാവ്. അങ്ങനെ എല്ലാ നിലക്കും കേരളം കണ്ട പ്രഗത്ഭരായ ഉലമാഇന്റെ പാരമ്പര്യമുള്ള വലിയ പണ്ഡിതൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ ബർസഖിയായ ലോകം പ്രഭാപൂരിതമാക്കി കൊടുക്കട്ടെ. കൈവച്ച മേഖലയിലെല്ലാം വളരെ വലിയ വ്യക്തിമുദ്ര പതിപ്പിച്ച മഹാൻ. ഏതെല്ലാം മേഖലകൾ സ്പർശിച്ചുവോ അതെല്ലാം പൊന്നാക്കി മാറ്റിയ മഹാനായ പണ്ഡിതൻ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സഹകാര്യദർശി, വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രധാനപ്പെട്ട സെക്രട്ടറി, അതേപോലെ കടമേരി റഹ്മാനിയ അറബിക് കോളേജിന്റെ 38 വർഷത്തെ പ്രിൻസിപ്പാൾ, സുപ്രഭാതം എന്ന് പറയുന്ന കേരളത്തിൽ അത്ഭുതം സൃഷ്ടിച്ച പത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അമരത്തിരുന്ന ചെയർമാൻ, അതേപോലെ കേരള ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ, അങ്ങനെ ഒട്ടനവധി സ്ഥാനമാനങ്ങൾ അലങ്കരിച്ചിരുന്ന മഹാനായ പണ്ഡിതൻ. അനുസ്മരിക്കാതെ എന്റെ വിഷയത്തിലേക്ക് കടക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഇത്രയും പറഞ്ഞത്. അത്തരം ഉലമാഇന്റെ ഉഖ്റവിയായ ലോകം അല്ലാഹു പ്രഭാപൂരിതമാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.